നമസ്കാരം. തമിഴ്നാട്ടിൽ DMK കൂടുതൽ ശക്തമാകുമോ? ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ മക്കൾ നീതി മയ്യം പാർട്ടിയുടെ അടിയന്തര യോഗം വിളിച്ച് കമൽഹാസൻ പുതിയ ചർച്ച തുടരുകയാണ്. ചൊവ്വാഴ്ച ചെന്നൈയിലാണ് യോഗം. കമൽഹാസന്റെ പാർട്ടി DMKയിൽ ചേരുമെന്ന അഭ്യൂഹം നിലനിൽക്കുന്നതിനിടെയാണ് യോഗം വിളിച്ചിരിക്കുന്നത്. നീതിമയ്യം പാർട്ടിക്ക് ഒറ്റയ്ക്ക് തമിഴ്നാട്ടിൽ ചലനമുണ്ടാക്കാൻ കഴിഞ്ഞില്ല. അതിനിടെ കമൽ CPMൽ ചേരാനും സാധ്യതയേറെയാണ്. ഉലകനായകനായ കമൽഹാസൻ വീണ്ടും രാഷ്ട്രീയ അഭ്യൂഹങ്ങൾക്ക് കാരണമായി മാറുകയാണ് എന്നതാണ് വസ്തുത. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അതിശക്തമായ സാന്നിധ്യം തമിഴ്നാട്ടിലുണ്ട്. ഈ സാഹചര്യത്തിൽ പ്രതിപക്ഷത്ത് കൂടുതൽ സീറ്റ് ഉണ്ടാകണമെന്ന് DMK ആഗ്രഹിക്കുന്നു. തമിഴ്നാട്ടിൽ എല്ലാ സീറ്റിലും ജയിക്കുകയാണ് DMKയുടെ ലക്ഷ്യം. കോയമ്പത്തൂർ ഉൾപ്പെടെ 3 ലോക്സഭാ മണ്ഡലങ്ങളിൽ മക്കൾ നീതി മയ്യം തെരഞ്ഞെടുപ്പ് പ്രചാരണം തുടങ്ങിയിരുന്നു. കോയമ്പത്തൂരിൽ നിന്ന് ജനവിധി തേടാൻ കമൽഹാസനും ശ്രമങ്ങൾ തുടങ്ങിയിരുന്നു. DMK സഖ്യത്തിന്റെ ഭാഗമായി മത്സരിക്കാനാണ് ശ്രമമെന്നാണ് സൂചന. അതേസമയം CPMന്റെ സ്ഥാനാർത്ഥിയാണ് കഴിഞ്ഞ തവണ കോയമ്പത്തൂരിൽ ജനവിധി തേടിയത്. ഇത് സംബന്ധിച്ച കാര്യത്തിൽ വ്യക്തത കിട്ടിയാൽ മാത്രമേ കമൽഹാസന് കോയമ്പത്തൂരിൽ മത്സരിക്കാൻ സാധ്യതയുള്ളൂ. അത് CPMന്റെ സിറ്റിംഗ് സീറ്റാണ്. ഈ ഘട്ടത്തിലാണ് പാർട്ടിയുടെ അടിയന്തര യോഗം വിളിച്ചത്. സീറ്റ് സംബന്ധിച്ചും പാർട്ടി യോഗത്തിൽ ചർച്ചയുണ്ടാകും. സിനിമയിൽ കൂടുതൽ ശ്രദ്ധ ചെലുത്താനും കമൽഹാസന് ആഗ്രഹമുണ്ട്. അതിനുവേണ്ടി കൂടിയാണ് കമൽ ചർച്ചകൾ പുതുതലത്തിലെത്തിക്കുന്നത്. കോയമ്പത്തൂരിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച കമൽഹാസൻ തോറ്റിരുന്നു. CPMുമായി അടുത്ത ബന്ധം കമൽഹാസനുണ്ട്. അതുകൊണ്ട് CPMന്റെ ഭാഗമായി കമൽ മാറുമെന്നും സൂചനയുണ്ട്. കേരളത്തിലെ മുഖ്യമന്ത്രി പിണറായി വിജയനുമായി കമൽഹാസൻ അടുത്ത ബന്ധമാണ്. ഈ ബന്ധം ഉപയോഗിച്ച് കമലിനെ അരിവാൾ ചുറ്റിക നക്ഷത്രം ചിഹ്നത്തിൽ കോയമ്പത്തൂരിൽ സ്ഥാനാർത്ഥിയാക്കാൻ CPM തയ്യാറാകുമെന്നും വിലയിരുത്തൽ വരുന്നുണ്ട്. ഇതെല്ലാം കമലിന്റെ പാർട്ടി യോഗത്തോടെ വ്യക്തത വരും. കോയമ്പത്തൂരിൽ BJPയും അതിശക്തമായ മത്സരത്തിനാണ് ഒരുങ്ങുന്നത്. അതുകൊണ്ട് തന്നെ ഏറ്റവും മികച്ച സ്ഥാനാർത്ഥിയെ നിർത്തി സീറ്റ് നിലനിർത്താനാണ് CPM ആഗ്രഹിക്കുന്നത്. ദേശീയതലത്തിൽ കമൽഹാസന്റെ മുഖം CPMന് പുതിയ പ്രതീക്ഷയാകും. ഈ സാഹചര്യത്തിലാണ് കോയമ്പത്തൂരിൽ ചർച്ചകളും വിലയിരുത്തലുകളുമെല്ലാം നിറയുന്നത്. ഏതായാലും സ്ഥിതിഗതികൾ BJP വീക്ഷിക്കുന്നുണ്ട്. വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോയമ്പത്തൂർ മണ്ഡലത്തിൽ മത്സരിക്കുമെന്ന കമൽഹാസന്റെ പ്രസ്താവനയ്ക്ക് മറുപടിയുമായി CPM നേരത്തെ രംഗത്ത് വന്നിരുന്നു. കോയമ്പത്തൂരിൽ നിന്ന് മത്സരിക്കാൻ തയ്യാറാണെന്നായിരുന്നു നടനും മക്കൾ നീതി മയ്യം അധ്യക്ഷനുമായ കമൽഹാസൻ പറഞ്ഞത്. CPMന്റെ സിറ്റിംഗ് സീറ്റായ കോയമ്പത്തൂരിൽ നിലവിൽ PR നടരാജനാണ് MP. വിജയിച്ച മണ്ഡലങ്ങളിൽ ഇത്തവണയും തങ്ങൾ തന്നെ മത്സരിക്കുമെന്ന് CPM സംസ്ഥാന സെക്രട്ടറി K ബാലകൃഷ്ണനാണ് പ്രതികരിച്ചത്. DMK മുന്നണിയുടെ ഭാഗമായാണ് തമിഴ്നാട്ടിൽ CPM മത്സരിക്കുന്നത്. കമൽഹാസനും DMK മുന്നണിയിൽ ചേർന്ന് പ്രവർത്തിക്കുമെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. ഈ സാഹചര്യത്തിലാണ് കോയമ്പത്തൂർ സീറ്റിനായുള്ള അവകാശവാദങ്ങൾ. കമൽഹാസന് മാത്രമല്ല പലർക്കും താല്പര്യം കാണും. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ മധുരയും കോയമ്പത്തൂരും ഞങ്ങൾക്ക് തന്നതാണ്. വിജയിച്ച മണ്ഡലങ്ങളിൽ തന്നെ ഞങ്ങൾ ഇത്തവണയും മത്സരിക്കും. അതിലെങ്ങനെയാണ് മാറ്റം വരുത്തുക? CPM സംസ്ഥാന സെക്രട്ടറിയുടെ നിലപാട് ഇങ്ങനെയാണ്.